റിയാക്ഷനുകളുടെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളാണ് എൻസൈംസ്. നമ്മുടെ ബോഡിയിൽ നിരവധി എൻസൈംസ് പ്രസന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ പല പ്രോസസ്സുകളും നടക്കുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന പഞ്ചസാര. ഈ പഞ്ചസാര നമ്മളൊരു ടിന്നിൽ സൂക്ഷിച്ചു വെക്കുമ്പോൾ ആ പഞ്ചസാര കേടുകൂടാതെ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇതേ പഞ്ചസാര നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ബോഡി അത് പെട്ടെന്ന് തന്നെ യൂട്ടിലൈസ് ചെയ്ത് അതിന് പെട്ടെന്ന് തന്നെ എനർജിയാക്കി മാറ്റുന്നുണ്ട്. നമ്മുടെ ബോഡിയിലെ എൻസൈംസ് പ്രസന്റ് ആയതുകൊണ്ടാണ് ഈ റിയാക്ഷൻ വളരെ ഫാസ്റ്റ് ആയിട്ട് ബോഡിക്കുള്ളിൽ നടക്കുന്നത്. അപ്പോൾ എൻസൈംസ് ഇതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. എൻസൈംസിനെ നമ്മൾ ബയോളജിക്കൽ കാറ്റലിസ്റ്റുകൾ എന്ന് വിളിക്കുന്നു. എൻസൈംസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? എൻസൈംസിന്റെ ഒരു സ്പെഷ്യൽ ആൻഡ് ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ് ആക്റ്റീവ് സൈറ്റ്. ആ പേരിൽ തന്നെ കിട്ടുന്നുണ്ട്, ആക്റ്റീവ് സൈറ്റ്. ആക്റ്റീവ് സൈറ്റ് ഒരു എൻസൈമിലെ ചെറിയൊരു പോർഷൻ ആയിരിക്കും ആക്റ്റീവ് സൈറ്റ്. ആ ആക്റ്റീവ് സൈറ്റിലേക്ക് സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുകയും അതിനുശേഷം എൻസൈമും സബ്സ്ട്രേറ്റും ചേർന്ന് കോംപ്ലക്സ് ഫോം ചെയ്ത് അത് പ്രോഡക്റ്റ് ആയിട്ട് മാറി പ്രോഡക്റ്റ് റിലീസ് ചെയ്യുകയാണ് ബേസിക് ആയിട്ട് ഒരു എൻസൈം റിയാക്ഷനിൽ നടക്കുന്നത്. ഇതിൽ ഈ എൻസൈം സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന ആ പ്രോസസ്സ്, ആ ബൈൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് ബന്ധപ്പെട്ട് മെയിൻ ആയിട്ട് 2 തിയറികളാണ് നിലവിലുള്ളത്. ആ 2 മെയിൻ ആയിട്ടുള്ള കേൾക്കുന്ന തിയറികളാണ് ലോക്ക് ആൻഡ് കീ മോഡലും ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡലും. ലോക്ക് ആൻഡ് കീ മോഡൽ, ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡൽ. ലോക്ക് ആൻഡ് കീ മോഡൽ എന്ന് പറയുന്നത് കൊണ്ടുവന്നത് എമിൽ ഫിഷർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. നമുക്ക് ആ ലോക്ക് ആൻഡ് കീ എന്ന് പറഞ്ഞ പേരിൽ തന്നെ കിട്ടുന്നുണ്ട്, ലോക്കും കീയും പോലെ. എൻസൈം ലോക്കായിട്ട് ആക്ട് ചെയ്യുന്നു, സബ്സ്ട്രേറ്റ് കീ ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതായത് ആ ലോക്ക് നമുക്കറിയാം, ഒരു ലോക്കിന് സ്പെസിഫിക് ആയിട്ടുള്ള കീ, ആ കറക്റ്റ് കീ ഇട്ട് കഴിഞ്ഞാൽ മാത്രം, കറക്റ്റ് ഷേപ്പിലുള്ള കീ ഇട്ടാൽ മാത്രമാണ് ലോക്ക് തുറക്കുള്ളൂ. അതുപോലെ തന്നെയാണ് എൻസൈം എന്നാണ് എമിൽ ഫിഷർ പറയുന്നത്. അതായത് എൻസൈംസിന് ഒരു കറക്റ്റ് ഷേപ്പ് ഉണ്ട്, ആ ഷേപ്പിനോട് കറക്റ്റ് പ്രോപ്പർ ആയിട്ട് കോംപ്ലിമെന്ററി ആയിട്ട് ബൈൻഡ് ചെയ്യുന്ന ഒരു സബ്സ്ട്രേറ്റ് മാത്രമേ ആ എൻസൈമും സബ്സ്ട്രേറ്റും ചേർന്ന് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആക്കാൻ സാധിക്കൂ എന്നാണ് എമിൽ ഫിഷർ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് എടുത്ത് നോക്കുമ്പോൾ എൻസൈമിന് ഒരു വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിട്ടാണ് കാണുന്നത്. അതായത് ആ എൻസൈമിന് ഷേപ്പിൽ വേരിയേഷൻ ഒന്നും വരില്ല, പ്രോപ്പർ ആ ഒരു സ്ട്രക്ചറിൽ മാത്രമേ ഇരിക്കുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതിനുശേഷം വന്ന മറ്റൊരു തിയറിയാണ് ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡൽ. നമുക്ക് പേരിൽ തന്നെ കിട്ടും, ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡൽ. ഇവിടെ ഇത് ഡിസ്കവർ ചെയ്ത ഡാനിയൽ കുഷ്ലാൻ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. ഇദ്ദേഹം ഈ എൻസൈമിനെ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആയിട്ടാണ് കാണുന്നത്. അതായത് എൻസൈമും സബ്സ്ട്രേറ്റും ലോക്ക് കീ പോലെ കോംപ്ലിമെന്ററി ആയിട്ട് കറക്റ്റ് ഇരിക്കണമെന്നില്ല. എന്നാലും ഈ സബ്സ്ട്രേറ്റ് എൻസൈമിന് അടുത്തേക്ക് വന്നതിന് ശേഷം ഈ എൻസൈം സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ എൻസൈംസിന് ചില ചേഞ്ചസ്, അതിന്റെ ഷേപ്പിലുള്ള ചേഞ്ചസ് ഒക്കെ വരുന്നു എന്നാണ് ഡാനിയൽ കുഷ്ലാൻഡ് പറഞ്ഞത്. അതാണ് ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡൽ. ഇനി നമുക്ക് പിക്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഫസ്റ്റത്തേതാണ് ലോക്ക് ആൻഡ് കീ മോഡൽ. ഇവിടെ നമുക്കറിയാം ഈ എൻസൈം ഒരു ലോക്ക് പോലെയും സബ്സ്ട്രേറ്റ് ഒരു കീ പോലെ ആക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഈ എൻസൈം കറക്റ്റ് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു സബ്സ്ട്രേറ്റ് അല്ലേ വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള സബ്സ്ട്രേറ്റ് വന്നതിന് ശേഷമാണ് എൻസൈമും സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആവുന്നതെന്ന് പറയുന്നു. ഇവിടെ വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു എൻസൈം സ്ട്രക്ചർ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്നാൽ നമുക്ക് രണ്ടാമത്തെ പിക്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ, അതായത് ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡൽ നോക്കുകയാണെങ്കിൽ ഈ എൻസൈമിന് കറക്റ്റ് ഒരു കോംപ്ലിമെന്ററി സ്ട്രക്ചർ ആയിട്ടുള്ള സബ്സ്ട്രേറ്റ് അല്ല വരുന്നത്. ഈ എൻസൈമിന് പക്ഷേ ഫ്ലെക്സിബിൾ ആണ്. അതായത് ഈ സബ്സ്ട്രേറ്റ് വന്നതിന് ശേഷം എൻസൈമിന് ആ സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ഷേപ്പ് ചേഞ്ചുകൾ വരുന്നുണ്ട്. അതിനുശേഷമാണ് എൻസൈമും സബ്സ്ട്രേറ്റും ചേർന്ന് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് 2 മെയിൻ തിയറികൾ എന്ന് പറയുന്നത്. അപ്പോൾ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സുമായിട്ട് ബന്ധപ്പെട്ട 2 തിയറികളാണ് ലോക്ക് ആൻഡ് കീ മോഡലും ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡലും. താങ്ക് യു.